പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ഇത് പ്രത്യേകിച്ച് നമുക്കൊരു പാർട്ടിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിപ്പോൾ ഒരു 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ചൈന ഗ്രാസിന് പകരം നമുക്ക് ജലറ്റിൻ വെച്ചിട്ടും ഈ പുഡിങ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഞാനിവിടെ 2 കഷ്ണങ്ങളായിട്ട് ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് 2 രീതിയിലാണ് നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ടത്. ആദ്യം നമുക്കൊരു പാൻ എടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഒരു പകുതി ചൈന ഗ്രാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാൻ പോവാണ്. ഒരു 1/4 കപ്പ് കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ലതുപോലെ തിളയ്ക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് അലിഞ്ഞ് തുടങ്ങി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളറും പിന്നെ ഒരു ഗ്രീൻ കളറുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഇത് 2 കളേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് 2 എടുത്തിരിക്കുന്നത്. നമുക്ക് പൗഡറായിട്ടുള്ള ഫുഡ് കളറും കിട്ടും, പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് കളറും ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ തന്നെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ ഇതേപോലെ ഒരു സ്ട്രെയിനർ വെച്ച് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് സ്ട്രെയിൻ ചെയ്ത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ കളർ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് വെവ്വേറെ സ്പൂൺ തന്നെ എടുക്കണം, അല്ലെങ്കിൽ പിന്നെ കളർ എല്ലാം കൂടി അങ്ങ് മിക്സായി പോവും. അപ്പോൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് കുറച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് മാത്രം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുത്തത്. നിങ്ങൾ കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം അധികം തന്നെ ചേർത്ത് മെൽറ്റ് ചെയ്താൽ മതി. ഇതിന് നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചൈന ഗ്രാസ് വീണ്ടും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള പകുതി ചൈന ഗ്രാസ് വേറൊരു ബൗളിലേക്ക് മാറ്റി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാത്ത പാലാണിത്. ഇതിലേക്ക് നമുക്ക് 1/2 ടിന്നോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി. മധുരം മുന്നിട്ട് നിൽക്കണം. ആ ഒരു പരുവത്തിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ അരിച്ച് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൈന ഗ്രാസ് ചേർത്ത ഉടനെ തന്നെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ചൈന ഗ്രാസ് ഇങ്ങനെ കട്ട പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കും. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൈന ഗ്രാസ് നമ്മൾ ഒഴിക്കുമ്പോഴും കുറച്ച് ചൂടോട് കൂടി തന്നെ വേണം ഒഴിക്കാനായിട്ട്. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണം. തണുക്കുന്ന വെച്ചാൽ ഒരുപാട് അങ്ങ് തണുക്കണ്ട, ഒരു ഇളം ചൂടായാൽ മതി. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചൈന ഗ്രാസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസസ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ പല കളറിലും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം വെള്ളം ചേർത്ത് ഇതേപോലെ മെൽറ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 2 കളേഴ്സും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ജെല്ലി കഴിക്കുന്ന പോലെ തന്നെയാണുള്ളത്. ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റാക്കാം. അപ്പോൾ പുഡിംഗ് ഞാൻ ഇതേപോലത്തെ ചെറിയ ബൗൾസിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമുക്ക് കുറേശ്ശെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചൈന ഗ്രാസിൻ്റെ ജെല്ലീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പല കളറിലും നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി കളർഫുള്ളായിരിക്കും. കുറേശ്ശെ ഈ ജെല്ലി നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കാം. ഈ പാല് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് ചൂടായിരിക്കരുത്, ഒരിളം ചൂടായിരിക്കണം. ഇതിനെ നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൽ ഒരുപാട് ചൂടായതാണെങ്കിൽ ചിലപ്പോൾ ഈ ജെല്ലിയൊക്കെ ഒന്ന് മെൽറ്റായി പോകും. അതുകൊണ്ടാണ് ഒരുപാട് ചൂടുള്ള പാല് ചേർക്കരുത്. അപ്പോൾ ഓരോ ബൗളിലേക്കും നമുക്ക് പാൽ ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ ചെറിയ ബൗൾസിലാക്കി നമ്മൾ വെക്കുമ്പോൾ പ്രത്യേകിച്ച് പാർട്ടിക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറിയ ബൗൾസിൽ ഞാനിപ്പോൾ സെറ്റാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ ആ ജെല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും. പുറത്ത് വെച്ചാലും മതി, പക്ഷേ നമ്മളിത് തണുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ പുഡിങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ നമ്മുടെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചെറി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ഭംഗിക്കാണ് വയ്ക്കുന്നത്, പിന്നെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമുക്ക് പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതേപോലെ ചെറിയ ബൗൾസിലാക്കി നമുക്ക് വെച്ചാൽ ഓരോരുത്തർക്ക് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.